തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി എടുത്ത തീരുമാനങ്ങൾ തെറ്റിയെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റി, വെള്ളാപ്പള്ളി വിമർശനത്തിലും പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. വിവാദങ്ങൾ മുഖവിലക്കെടുക്കണമെന്നും പുത്തലത്ത് ദിനേശൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി അനഘ ചേരുകയാണ്. അനഘ, തെരഞ്ഞെടുപ്പിലെ പോരായ്മകൾ നിരത്തി പുത്തലത്ത് ദിനേശൻ ഇതാ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് വിമർശിച്ചിരിക്കുന്നത്? തീർച്ചയായും ഒരു ദയനീയമായ പരാജയം തന്നെയാണ് LDFന് സംഭവിച്ചിട്ടുള്ളത്. ഇതിനെതിരെ CPMന്റെ പല കമ്മിറ്റികളിലും അടക്കം ഇത്തരത്തിൽ വലിയ പരാമർശങ്ങൾ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പുത്തലത്ത് ദിനേശന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും നമ്മൾ കാണേണ്ടത്. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് ഈ പുത്തലത്ത് ദിനേശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നിട്ടുള്ള പല പോരായ്മകളും ഉണ്ടായിട്ടുണ്ട്. ഈ ശബരിമല ദേവസ്വം ബോർഡ് വിഷയത്തിൽ അയ്യപ്പ സംഗമം പോലെയുള്ള പരിപാടികൾ നടത്തി. പക്ഷേ അയ്യപ്പ സംഗമം നടത്തിയത് തെറ്റില്ല. പക്ഷേ ഈ പരിപാടി സർക്കാർ പരിപാടിയാണെന്ന വ്യാജേന UDFും മറ്റുള്ളവരും ഇത്തരത്തിൽ ഒരു സർക്കാർ പരിപാടിയാണെന്ന ഒരു പ്രതീതി ഉണ്ടാക്കി. ഇത്തരത്തിൽ ഈ RSS പശ്ചാത്തലമുള്ള UP മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമടക്കം ഈ സമ്മേളനത്തിൽ വായിച്ചത് ശരിയായില്ല. ഈ സ്വർണ്ണപ്പാളി വിഷയത്തിലടക്കം ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള A പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് നടപടിയെടുക്കാത്തതും പോരായ്മയായി എന്നുള്ളതും ഈ പുത്തലത്ത് ദിനേശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളോട് CPM വിയോജിപ്പുകൾ അടക്കം വ്യക്തമാക്കി. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ദയനീയ തകർച്ചയ്ക്ക് കാരണമാക്കി എന്നതടക്കമുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ പുത്തലത്ത് ദിനേശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, വലിയ ഒരു പരാജയം തന്നെയാണ് ഇത്തരത്തിൽ LDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ദയനീയ പരാജയം തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ CPMന്റെ മറ്റ് പോഷക സംഘടനകളിൽ അടക്കം ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ അടക്കം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള ഈ പുത്തലത്ത് ദിനേശന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇത്തരത്തിൽ നേതൃത്വത്തിന്റെ വീഴ്ചകൾ എണ്ണമിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി എടുത്ത തീരുമാനങ്ങൾ തെറ്റിയെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ പുത്തലത്ത് ദിനേശൻ പറയുന്നത്. ഇനി ഇതേ തുടർന്ന് എന്തൊക്കെ പ്രതികരണങ്ങളാണ് ഉണ്ടാവുക എന്നിരുന്നത് വരും മണിക്കൂറുകളിൽ കാണാം.